സിജോൻ്റെ ഇനി അങ്ങോട്ടേക്കുള്ള ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സിജോ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായും അതിലേക്കുള്ള യാത്രകൾ സിജോ ഇനി അങ്ങോട്ടേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നത് എനിക്കിഷ്ടം. അതെ അതെ. മുന്നേ ഒക്കെ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ ഇതിലൂടെ ഒരു സാഡസ്റ്റ് ട്രൂത്ത് മനസ്സിലാക്കിയത്, ക്യാൻസറിന്റെ ടൈമല്ല, അതിന് മുന്നേ സാഡസ്റ്റ് ട്രൂത്ത് മനസ്സിലാക്കിയത്, നമ്മൾ ലൈഫിൽ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്, അത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ നമ്മുടെ കൂട്ടുകാരോ നാട്ടുകാരോ അല്ല, നമ്മുടെ അച്ഛനമ്മയും വൈഫോ തീർച്ചയായിട്ടും മക്കളും അവരാണ് ലാസ്റ്റ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഡ്രീം ഉണ്ട് എങ്കിൽ അത് അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രം ആൾക്കാർ അറിയാം. അതല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മോശമൊന്നും സംഭവിക്കുന്നില്ല. നമുക്ക് ഒരുപാട് ആൾക്കാരെ എടുത്ത് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് വിചാരിക്കും അത് നടന്നു കഴിഞ്ഞു എന്നൊരു ലെവലിലേക്ക് പോകും. നമുക്ക് അതിന്റെ ടേസ്റ്റ് അങ്ങ് പോയി, അതിന്റെ ഒരു എന്തൂസിയാസം അങ്ങോട്ടേക്ക് പോകും. അപ്പൊ പിന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നടത്തുന്നവരെ നമ്മുടെ ഉള്ളിലിട്ട് പോകും. ഇത് ആരുടെ അടുത്ത് പറയാൻ പറ്റില്ല, ഇത് എനിക്ക് ചെയ്തേ പറ്റി, ആ ഒരു ത്രില്ല് അങ്ങോട്ട് കാണിക്കുക എന്നുള്ളതാണ്. അത് ചെയ്തതിന് ശേഷം ആൾക്കാരെ കാണട്ടെ, അത്രമാത്രം. ആരും കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. അത് നമുക്ക് വേണം, നമുക്ക് ചെയ്യണം, അത്രമാത്രം കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി.